യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവാനുഗ്രഹത്താൽ പ്രഭാതത്തിൽ തന്നെ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും കേട്ടുകൊണ്ടും പുതിയൊരു ദിവസം തുടങ്ങുവാൻ ദൈവം നമുക്ക് അനുവദിച്ചു തന്നതിന് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം സഖറിയായുടെ പുസ്തകം 2-ാം അധ്യായം 5-ാം തിരുവചനം. ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും, കർത്താവ് അരുളിച്ചെയ്യുന്നു. കർത്താവായ ദൈവം വാഗ്ദാനം നൽകുകയാണ്, നിനക്കും നിൻ്റെ കുടുംബത്തിനും നിൻ്റെ ദേശത്തിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള ഒരു കോട്ടയായി കർത്താവ് നിലനിൽക്കും. നിൻ്റെ ജീവിതത്തിലും നിൻ്റെ കുടുംബത്തിലും ദൈവമഹത്വം എപ്പോഴും ഉണ്ടായിരിക്കും. ആമേൻ, ആമേൻ, ആമേൻ ചൊല്ലി നമുക്കത് സ്വീകരിക്കാം. കർത്താവ് നിൻ്റെ കോട്ടയായും ദൈവമഹത്വം നിൻ്റെ ഭവനത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നതിനും നന്ദി പറയാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിൻ്റെ മധ്യത്തിൽ എപ്പോഴും ദൈവമഹത്വം നിലയുറപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.